വിക്രം സാറോ? കർത്താവ് ഇത് എപ്പോ എത്തി? ഇപ്പൊ എവിടെയുണ്ട് സാറ്? ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഫാദർ പുലിക്കോട്ടിൽ. ഞാൻ ജോർജ് സി നായർ. ഇതെന്റെ ഭാര്യ എലിസബത്ത്. പള്ളിയിലിട്ടിക്കുന്ന എലിയമ്മേനെ. അച്ഛനകത്തേക്ക് വന്നാട്ടെ. സൂക്ഷിച്ച്. ക്രിസ്ത്യൻ ലിറ്ററേച്ചർ മൂവ്മെന്റ്, ക്രിസ്ത്യൻ സാഹിത്യ പ്രവർത്തനം. അച്ഛനിരിക്കും. ഞാൻ ഇരിക്കാം. ഒരു അഖിലേന്ത്യാ സംവിധാനമാണ്. നേരിട്ട് പോപ്പിന്റെ കീഴിൽ ഫാദർ പുലിക്കോട്ടിൽ അതിന്റെ ചുമതലക്കാരൻ. എന്തോന്നെ? മിസ്റ്റർ ജോർജ് സി നായരുടെ ഇടത് കൈ ഏതാ? ഇതല്ല. അപ്പൊ ഇത് വലത് കൈ. ഈ കൈ കൊണ്ട് പേന പിടിച്ചല്ലേ ഈ പുസ്തകങ്ങളൊക്കെ എഴുതിയത്. എന്തൊരു രചനാ പാടവം കുഞ്ഞാടെ. അയ്യോ, അതൊന്നും അച്ചായനെ എഴുതിയതല്ല അല്ലേ അച്ചായ? മനസ്സിലായി. ആദ്യം ആരെങ്കിലും കുത്തിയിരുന്ന് എഴുതിയാലല്ലേ പ്രിന്റ് ചെയ്യാൻ പറ്റൂ. കഷ്ടപ്പെട്ട് ഒരുപാട് എഴുതിയ കൈ. ഞാനൊന്ന് മുട്ടിക്കോട്ടെ. വീണ്ടും ഇടത് കൈ. കർത്താവേ, ഇനി എന്നാണാവോ സ്വന്തം പേരിൽ 4 അക്ഷരം എഴുതി 4 ആൾ അറിയാ? കാൽവരിയിലെ സംഗീതം, പുണ്യസ്പർശം എല്ലാം ജോർജ് സി നായർ എഴുതിയത്. നാഥാവിന്റെ വരവിനായി ജെറുസലേം വിളിക്കുന്നു. വൈഭവം, എന്തൊരു വൈഭവം വേണം ഇങ്ങനെ എഴുതാൻ. ക്രിസ്ത്യാനിയായ ഒരാൾ പോലും ഇതുപോലെ എഴുതില്ല. അങ്ങനെയുള്ളപ്പോ അന്യമത വിശ്വാസിയായിരുന്ന താങ്കൾ കർത്താവിൽ ആകൃഷ്ടനായി സത്യവിശ്വാസിയായി. തുടർന്നുള്ള ജ്ഞാനപ്രവാഹങ്ങളല്ലേ ഈ പുസ്തകങ്ങൾ. കുഞ്ഞാടെ, നീ ഒരു ജീനിയസ് ആകുന്നു. അച്ഛനെന്നെ വല്ലാതെ പുകഴ്ത്തുന്നു. പുകഴ്ത്തും. യോഗ്യത ഉള്ളത് കൊണ്ട് തന്നെയാ പുകഴ്ത്തുന്നത്. ഇനിയും പുകഴ്ത്തും. ഈ പുസ്തകങ്ങൾ സോഷ്യൽ ലിറ്ററേച്ചറോ നോവലുകളോ ആയിരുന്നെങ്കിൽ ഏതൊക്കെ പുരസ്കാരങ്ങൾ മിസ്റ്റർ ജോർജ് സി നായരെ തേടി വരികയില്ല. ഫെലോഷിപ്പ് വരെ വരും. അതിനെ പറ്റിയ സാധനങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. അർദ്ധരാത്രിയിൽ മണിയറയിലെ കൊലപാതകം. രണ്ടും ഒന്ന് തന്നെയാ. രാത്രിയല്ലേ? ഇടിപറ്റിയവനെ പാമ്പ് കടി. ഇതൊരു ട്രൂ സ്റ്റോറിയാ. നേരും നെറിവും പിന്നെ ഞാനും. അത് ആത്മകഥാ പഠനം. കരുണൻ എവിടെ? അച്ഛനറിയില്ല. അയ്യോ, അതൊരു യാത്രാ വിവരണമാണ്. കരുണൻ എവിടെയെന്ന് ആർക്കും അറിയില്ല. എനിക്കും. അകത്തിട്ടടച്ച മുട്ടനാടേതാ? അത് ഏലിയമ്മയുടെ തലക്ക് സ്ഥിരമില്ലാത്തൊരു വല്യപ്പന. ഏലിയമ്മേ, തോമസ് കുട്ടിയുടെ ഓഫർ എന്താണെന്ന് അച്ഛനോടൊന്ന് പറഞ്ഞേ. ആരാ തോമസ് കുട്ടി? തോമസ് കുട്ടി ഇവിടുത്തെ MP അല്ലയോ? ഈ പുസ്തകങ്ങളൊക്കെ തോമസ് കുട്ടിക്ക് കാണാൻ പാടാ. എന്നിട്ട് ജീവിച്ചിരിപ്പുണ്ടോ? പിന്നെ എന്തായിരുന്നു തോമസ് കുട്ടിയുടെ ഓഫർ? ആന, പിണ്ടം. എന്റെ നാക്കിന്റെ അകത്തിരിക്കുന്നു. ഈ MTക്കും തകരിക്കും കിട്ടിയിട്ടുള്ള സാധനം. അത് തന്നെ. അത് പറഞ്ഞ സംഘടിപ്പിച്ചു തരാന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. അച്ഛനല്ല, ജോർജ് സി നായർ പറഞ്ഞു വേണ്ടാന്ന്. അതൊക്കെ കിട്ടിയാലേ അഹങ്കാരം കൂടും. ഇപ്പോഴേ അതിച്ചിരി കൂടുതലാ. പക്ഷേ തോമസ് കുട്ടി വിട്ടില്ല. 10 രൂപയുടെ റവന്യൂ സ്റ്റാമ്പ് ഒട്ടിച്ച് അപേക്ഷയായി ഡൽഹിക്ക് പോയിരിക്കുക. ഭാഗ്യവാൻ. അതങ്ങ് ഡൽഹി കിട്ടിയിട്ട് വേണം മറക്കിട്ടെടുക്കാൻ. ഉടനെ കിട്ടും. ഞങ്ങളും തീരുമാനിച്ചിട്ടുണ്ട് ചിലതൊക്കെ തരാൻ കുഞ്ഞാടെ. അതിന് ആപ്ലിക്കേഷൻ വേണ്ടേ? അല്പ കോംപ്ലിക്കേഷൻ ആവും. ജോർജിനും ഫാമിലിക്കും സ്വീകരണം, തുടർന്ന് ആദരിക്കൽ, പിന്നെ പ്രത്യേകം ചില സമ്മാനങ്ങളും. അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ? എന്ത് ബുദ്ധിമുട്ട്? ഇത് ഞങ്ങളുടെ ഡ്യൂട്ടി അല്ലേ. നേരിട്ട് ക്ഷണിക്കാനാ ഞാൻ വന്നത്. ജോർജിന്റെയും പെമ്പിളയുടെയും പിന്നെ മക്കളുടെയും ഫോട്ടോ തന്ന അച്ഛന് പോകാം. എന്താ ഒരു ആലോചന? മനസ്സിലായി. ഡേറ്റും സമയവും സ്ഥലവും ഒക്കെ പുറകെ അറിയിക്കാം. അതല്ല, പിന്നെ ഞാനും ഇവളും വരാം. മക്കള് വരണം. അതല്ലേ അതിന്റെ മര്യാദ. അതല്ല പ്രശ്നം. ഒരു മകനുള്ളത് അങ്ങ് അമേരിക്കല. ഇവിടെ അമേരിക്കയിലാണല്ലേ? അതെ. എന്നാ ശരി, ആള് വേണ്ട. ഒരു ഫോട്ടോ മതി. മോൻ അവിടെ എന്ത് ചെയ്യുന്നു? പഠിത്തമാണോ, ജോലിയാണോ, അതോ അപ്പച്ചനെ പോലെ വാരി വലിച്ചെഴുതുവാണോ? എന്താന്ന് വെച്ചാ അത് ഒരു കുടുംബത്തിന്റെ ബയോഡാറ്റ ആവുമ്പം ഇതൊക്കെ വേണമല്ലോ. മകനെ ഒഴിവാക്കണം അച്ചോ. അതെന്താ, വല്ല പ്രശ്നമുണ്ടോ കുഞ്ഞാടെ? ഉണ്ട്.
അവൻ എന്റെ ആദ്യ ഭാര്യയിലുള്ളതാ. ഞാൻ മതം മാറി, പക്ഷെ അവൻ മതം മാറാൻ തയ്യാറല്ല. മതം മാറിയില്ലെങ്കിൽ അവനെ ഇവിടെ കേറ്റില്ലെന്ന് ഞാനും പറഞ്ഞു. പക്ഷെ കൊറേ കാലായി അപ്പച്ചനും മോനും തമ്മിൽ യാതൊരു ബന്ധമില്ല. ഒരു ബന്ധവുമില്ല. ഒരു ബന്ധമില്ല. ഇല്ല. സത്യം പറഞ്ഞ അവൻ എവിടെയാണെന്ന് പോലെ എനിക്കറിയില്ല. നേരത്തെ അമേരിക്കയിലാണെന്ന് പറഞ്ഞത്. അതെ വേറെ ആരോ പറഞ്ഞു കേട്ടതാ. ഞങ്ങളുടെ ഫോട്ടോ മതിയെങ്കിൽ തരാച്ചോ അല്ലേ? ലേറ്റസ്റ്റ് ആയിട്ട് എടുത്തതാ. മതി, എനിക്ക് ഇത്രയും മതി. കലക്കി. താങ്ക് യു സർ. മേമന നമ്പൂരിയെ പോലെ തന്നെ പുലിക്കോട്ടിൽ അച്ഛനും കലക്കി. വിക്രമിന് ഏത് വേഷവും ചേരും സർ. എനിക്ക് പക്ഷെ ഞാൻ അത്ര ഹാപ്പി അല്ല സർ. അതെന്താ? മകന്റെ കാര്യത്തിൽ എന്തൊക്കെയോ മറക്കുന്നുണ്ട്. പക്ഷെ അത് പൂർണ്ണമായും മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ. ആര് പറഞ്ഞു? ഇതാ ഇപ്പൊ നന്നായേ. നല്ല ഒന്നാന്തരം കെണി ഒരുക്കി വെച്ചിട്ടല്ലേ പുലിക്കോട്ടിൽ അച്ഛൻ വന്നിരിക്കുന്നേ. മനസ്സിലായില്ലേ? ആദ്യം പറഞ്ഞു മകൻ അമേരിക്കയിൽ എവിടെയോ ആണ്. പിന്നെ അത് തിരുത്തി പറഞ്ഞു അത് ആരോ പറഞ്ഞു കേട്ട അറിവാണ്. പിന്നെയും തിരുത്തി പറഞ്ഞു മകൻ എവിടെയാണെന്നറിയില്ല, മകൻ എന്താണ് ജോലി എന്നറിയില്ല, മകനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതൊക്കെ വെറും നുണയാണ് സർ. ജോർജ് സി നായർ നുണ പറയണം. പിന്നീട് ആ നാവ് നേര് പറയേണ്ടി വരുമ്പോഴോ മകൻ അമേരിക്കയിലാണെന്നുള്ള കാര്യം, അമേരിക്കയിൽ എവിടെയാണെന്നുള്ള കാര്യം, എന്താണ് ജോലി എന്നുള്ള കാര്യം, മകനുമായി സ്ഥിരമായി ബന്ധപ്പെടാറുണ്ടെന്നുള്ള കാര്യം, ഇതൊക്കെ അയാൾക്ക് തുറന്ന് സമ്മതിക്കേണ്ടി വരും. ശരിയാ, ഒന്നാം തരം കെണിയാ. താമസിയാതെ ജോർജ് സി നായരെ നമുക്ക് വീണ്ടും കാണണം. പക്ഷെ അതിനു മുമ്പ് ഒരു ചെറിയ ഹോംവർക്ക് ചെയ്യാൻ. ഹലോ, നമസ്കാരം. പ്രൊപ്പറേറ്റർ അല്ലേ? അതെ. ജോർജ് സി നായർ? അതെ. അല്പം പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കാനുണ്ട്. KSRTC അല്ലേ? ടെൻഡർ കൊട്ടേഷൻ എല്ലാം നമുക്ക് പറയാം. മുകളിലേക്ക് ഇരിക്കാം. പറ, പ്രദീപ് ഇപ്പോൾ എവിടെയുണ്ട്? ചോദിച്ച കേട്ടില്ലേ? ഈ ആയുടെ അർത്ഥം എന്താ? അമേരിക്കയിലാണെന്നാണോ അറിയില്ലെന്നാണോ? അറിയില്ല. മകൻ അമേരിക്കയിലാണെന്ന് നിങ്ങൾ പലരോടും പറഞ്ഞിട്ടുണ്ടല്ലോ. എനിക്കറിയാത്ത കാര്യം ഞാൻ ആരോട് പറയണ? എന്നോട് പറഞ്ഞില്ലേ കുഞ്ഞാടെ? ഇതെവിടെ നിന്ന് വന്ന ഈ ശബ്ദം? എവിടെയോ കേട്ടതുപോലുണ്ടല്ലോ. സാറ് വല്ലതും കേട്ടോ? ഇല്ലല്ലോ, തോന്നിയതായിരിക്കും. കുഞ്ഞാടേ എന്ന് ഞാൻ കേട്ടതല്ലേ? അതൊക്കെ ചിലപ്പോ കേൾക്കും, ഞാനും കേട്ടിട്ടുണ്ട്. ഈ പ്ലാമറ്റം സെയിന്റ് ജോസഫ് ചർച്ച് എന്ന് പറയുന്നത് സാററിയോ പള്ളി? എന്റെ ഇടവകയാ. എന്നെ മാമോദീസ മുക്കിയത് അവിടെയാ. എന്നാലും ആ ശബ്ദം കുഞ്ഞാടേ. മകന്റെ മാമോദീസ അവിടെ അല്ലായിരുന്നു? അതെ. നിങ്ങൾ ആരുടെ മാമോദീസ കാര്യം ചോദിച്ചത്? ബെഞ്ചമിൻ സി നായർ. മകന്റെ പേരിപ്പോ അതല്ലേ? ആ പള്ളിയിലെ വികാരിയത്തിനെ കണ്ടിട്ടാ ഞങ്ങൾ വരുന്നത്. ഏകദേശം 4 വർഷം മുമ്പ് നിങ്ങളുടെ മകന്റെ മാമോദിസ അവിടെ വെച്ച് നടന്നു. മാറ്റപ്പേര് ബെഞ്ചമിൻ, പിന്നെ നിങ്ങളുടെ നായരും കൂടെ ചേർത്ത് ബെഞ്ചമിൻ സി നായർ. നിങ്ങൾ മുൻകൈ എടുത്തിട്ടാണ് ഈ മാറ്റം നടത്തിയത്, ശരിയല്ലേ? കുഞ്ഞാട് എന്തിനാ എന്നോട് കള്ളം പറഞ്ഞേ? ഞാൻ മതം മാറി, അവൻ മതം മാറാൻ കൂട്ടാക്കിയില്ല. അതുകൊണ്ട് അവനുമായി യാതൊരു ബന്ധവും ഇല്ല എന്നല്ലേ താനും പെണ്ണുപിള്ള എന്നോട് പറഞ്ഞ കുഞ്ഞാടേ. കള്ളപ്പാതിരി, കുഞ്ഞാടേ, നീ എനിക്ക് പണി തരാൻ വന്നതാ. എന്റെ മകനെ ഞാൻ മതം മാറ്റും, ഓസ്ട്രേലിയയിലേക്കോ അമേരിക്കയിലേക്കോ കോത്താഴത്തേക്കോ അയക്കും. അത് എന്റെ സൗകര്യ. CBI എന്നൊക്കെ പറഞ്ഞപ്പോ കുറച്ച് മാന്യത ഉണ്ടാവുമെന്ന് കരുതി എല്ലാവരും കൂടി ചേർന്ന് പിരിവിനിറങ്ങിയൊക്കെയാണല്ലേ. 10 പൈസ ഞാൻ തരില്ലടാ. മതി. പ്രദീപോ ബെഞ്ചമിനോ അവൻ തന്റെ മാത്രം പ്രൈവറ്റ് സ്വത്തല്ല. അവന് നാട്ടുകാരുണ്ട്, ബന്ധുക്കളുണ്ട്, സുഹൃത്തുക്കളുണ്ട്. കഴിഞ്ഞ 4 വർഷമായി അവനെ കുറിച്ച് എന്തെങ്കിലും കേട്ടിട്ട് കണ്ടിട്ട് ഒരിക്കലും മതം മാറില്ലെന്ന് ശടിച്ച് അവനെ നിങ്ങൾ നിർബന്ധിച്ച് മതം മാറ്റി. അവന്റെ അമ്മ അവന്റെ പേരിൽ എഴുതി വെച്ച സ്വത്തുക്കളൊക്കെ ഇന്ന് അനുഭവിക്കുന്ന നിങ്ങൾ. ഒരുപാട് മിസ്റ്ററി ഉണ്ട് മിസ്റ്റർ ഇതിലൊക്കെ. അവനിപ്പം ഭൂമിക്ക് അടിയിലാണെന്ന് പോലും നാട്ടുകാർക്ക് സംശയമുണ്ട്. ഞങ്ങൾക്ക് സംശയമുണ്ടോ? 10 ദിവസത്തിനകം അവൻ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എങ്കിൽ കേസും മാറും, കഥയും മാറും. പൂജപ്പുര സെൻട്രൽ ജയിലിന്റെ അകം കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. എങ്ങനെ കണ്ടു? ന്യൂഡൽഹി സിനിമയില്. എങ്കിൽ ഇനി നേരിട്ട് കാണേണ്ടി വരും, കിടക്കേണ്ടിയും വരും. അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ മകനെ എങ്ങനെ എക്സ്പോർട്ട് ചെയ്തോ അതുപോലെ ഇമ്പോർട്ട് ചെയ്തേക്ക്. മറ്റു മാർഗമൊന്നും ഉണ്ടായില്ല. അതാ വരാൻ നിർബന്ധിച്ചത്. ഞാനത് ചെയ്തില്ലെങ്കിൽ അവർ എംബസി വഴി അത് ചെയ്യും.
അത് കൂടുതൽ വഷളാവുകയുള്ളൂ. വളരെ സീരിയസ് ആണോ ചാ? സീരിയസ് ആവുന്നതും ആകാതിരിക്കുന്നതും നീ അവരെ ഹാൻഡിൽ ചെയ്യുന്നത് പോലെ ഇരിക്കും. CBI കാണുന്നതിന് മുമ്പ് നമ്മുടെ വക്കീലിനെ ഒന്ന് കാണണം, ഒരു കോച്ചിങ്. എന്ത് തോന്നിയ സാറേ കാണിക്കുന്നത്? ഇത്രയും നേരം മകൻ അപ്പൻ്റെ കൂടെ യാത്ര ചെയ്തില്ലേ? ഇനിയുള്ള യാത്ര ഞങ്ങളോടൊപ്പം. കോച്ചിങ്ങും വാഷിങ്ങും കഴിഞ്ഞ് അങ്ങടെ കിട്ടിയിട്ട് കാര്യമില്ല. കിട്ടുമ്പോ ഫ്രഷ് ആയിട്ട് കിട്ടണം. ദാ ഇതുപോലെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജോർസി നായരെ, ഇവനെ ഞങ്ങൾ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവാ. മതിയോ? അമ്മയും ഗുരുവായൂരപ്പനും കഴിഞ്ഞേ മറ്റെന്തുമുള്ളൂ എന്ന് പറഞ്ഞിരുന്ന നിങ്ങൾ എങ്ങനെ ക്രിസ്ത്യാനിയായി? എങ്ങനെ ബെഞ്ചമിൻ സി നായരായി? ആരോടും പറയാതെ അമേരിക്കയ്ക്ക് രക്ഷപ്പെട്ടത് എന്തിന്? അതിനെ കുറിച്ച് ചോദിച്ചപ്പോ ജോർസി നായരത്തിനാ പല നുണകളും പറഞ്ഞത്. മൈഥിലി മരിച്ച ദിവസം നിങ്ങളുടെ മൊബൈലിൽ നിന്നും ആ കുട്ടിയുടെ മൊബൈലിലേക്ക് നിങ്ങൾ പല പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. അതെന്തിനായിരുന്നു മിസ്റ്റർ ബെഞ്ചമിൻ സി നായർ? ചോദ്യങ്ങളൊക്കെ വളരെ ഡിസ്റ്റർബിംഗ് ആണല്ലേ? താൻ അന്ന് രാത്രി അണിമംഗലത്ത് പോയില്ലേ? ആ മൈഥിലിയെ കണ്ടില്ലേ? ഇല്ല. പോയിരുന്നു, പക്ഷേ മൈഥിലിയെ കണ്ടില്ല. അതെന്താ? പല പ്രാവശ്യം ഞാൻ മൈഥിലി വിളിച്ചപ്പോഴും അവള് വരണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അവിടെ പോയി. അത് തെറ്റായി പോയി സാർ, വലിയ തെറ്റായി പോയി. ചേട്ടാ, ഈ അണിമംഗലം വീട് എവിടെയാ? താനാരാ ഈ അസമയത്ത്? അവിടെ ആരെ കാണാനാ? എന്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയാ. അവിടെ ആരാ തന്റെ ഫ്രണ്ട്? എന്റെ ഇപ്പൊ കോളേജ് പഠിക്കുന്ന ഒരു കുട്ടിയാ. തന്റെ പ്രായത്തിലുള്ള ആൺകുട്ടികൾ അവിടെ ഇല്ലല്ലോ. പെൺകുട്ടിയാ, മൈഥിലി. പെൺകുട്ടിയോ? വേഗം സ്ഥലം വിട്ടോ. അർദ്ധരാത്രിയിലാണോ പെൺകുട്ടിയെ കാണാൻ വരുന്നത്? ചേട്ടാ, ഒന്നും പറയണ്ട, വേഗം തിരിച്ചു പോയിക്കോ. ഇല്ലെങ്കിൽ ഞാനിപ്പോ ആളെ വിളിച്ചു കൂട്ടും. പിന്നെ പോകുന്നതേ ആംബുലൻസിലായിരിക്കും. വിട്ടോ. നിങ്ങളിപ്പോ പറഞ്ഞാൽ എന്താ ഇത്രയും വലിയ തെറ്റ്? മൈഥിലിയെ കാണാൻ ചെന്നു, കണ്ടില്ല, മടങ്ങി. വാട്ട് ഈസ് റോങ് ഇൻ ഇറ്റ്? തെറ്റ് സംഭവിച്ചത് അതിനുശേഷമാണ്. മൈഥിലിയെ കാണാൻ കഴിയാതെ ഞാൻ തിരിച്ച് ഹോസ്റ്റലിലെത്തി. അവിടെ എൻ്റെ ഫ്രണ്ട്സിനോട് വലിയൊരു നുണ ഞാൻ പറഞ്ഞു. രാത്രി മുഴുവൻ മൈഥിലിയോടൊപ്പമായിരുന്നു എന്ന്. പല നുണകളും ചേർത്ത് വളരെ കൺവിൻസിംഗ് ആയി പറഞ്ഞപ്പോൾ അവരത് വിശ്വസിച്ചു. പിന്നെയാ മൈഥിലി എവിടെയോ വീണു മരിച്ചു എന്നുള്ള ഫോൺ വന്നത്. വെറുമൊരു തമാശയായിട്ട് ഞാൻ കൂട്ടുകാരോട് പറഞ്ഞത് അവർ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിച്ചു. ഞാൻ മൈഥിലിയോട് മിസ്ബിഹേവ് ചെയ്തു. അവൾ രക്ഷപ്പെട്ട് ഓടുമ്പോഴാണ് അപകടം സംഭവിച്ചതെന്നൊക്കെ. ആദ്യം അത്ര സീരിയസ് അല്ലാതെ പറഞ്ഞു തുടങ്ങിയത് ക്രമേണ അവർ സീരിയസ് ആക്കി. അവസാനം ബ്ലാക്ക്മെയിൽ ചെയ്തു തുടങ്ങിയപ്പോൾ ഞാൻ ആകെ ഭയന്നു. പിന്നീട് അടുത്ത് പരിചയമുള്ള ഒരു വക്കീലിനെ കണ്ട് വിവരങ്ങൾ മുഴുവനും പറഞ്ഞു. നടന്ന സംഭവങ്ങൾ തന്നെ സംശയിക്കാൻ മാത്രമല്ല, തന്നെ കൊലക്കേസിൽ പ്രതിയാക്കാനും ധാരാളം മതിയെന്ന് വക്കീൽ പറഞ്ഞു. പണവും നല്ല സ്വാധീനവുമുള്ള ഒരാളുടെ സപ്പോർട്ടാണ് തനിക്കിപ്പോൾ അത്യാവശ്യമെന്ന് പറഞ്ഞപ്പോ താൻ അച്ഛനുമായിട്ട് കോംപ്രമൈസിന് തയ്യാറായി. അതെ സാർ. അങ്ങനെ താൻ ബെഞ്ചമിൻ സി നായരായി. ഒരു ചോദ്യത്തിലൂടെ മറുപടി പറഞ്ഞേ മതിയാവും. മൈഥിലി നിങ്ങൾക്ക് വെറും ഒരു സുഹൃത്ത് മാത്രമായിരുന്നില്ല. ഷീ വാസ് യുവർ ലവർ. പിന്നെന്തുകൊണ്ട് മൈഥിലി മരിച്ചെന്നറിഞ്ഞിട്ട് സ്ഥലത്തുണ്ടായിട്ട് നിങ്ങൾ പോയില്ല? ഭയന്നിട്ട സാർ. എന്തിനു ഭയപ്പെടണം? ആരെ ഭയപ്പെടണം? നിങ്ങൾ ഈ പറഞ്ഞതെല്ലാം നുണയാണ്. നിങ്ങളൊരു വഴിപോക്കനെയും കണ്ടിട്ടില്ല, മടങ്ങി പോന്നിട്ടും. കുറ്റബോധം കൊണ്ടാണ് നിങ്ങൾ മരിച്ചപ്പോ പോകാതിരുന്നത്. നിങ്ങളെ കൂട്ടുകാർ നിങ്ങളോട് പറഞ്ഞതുപോലെ നിങ്ങൾ മൈഥിലിയോട് മിസ്ബിഹേവ് ചെയ്തു. അതിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ അപകടം സംഭവിച്ചു. അതാണ് മരണകാരണമെങ്കിൽ അതല്ലാന്ന് സ്ഥാപിക്കാൻ നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും തെളിവുകളുണ്ടോ, കാരണങ്ങളുണ്ടോ? കമോൺ, ടെൽ മീ. കുഞ്ഞാടിനും ചെമ്മരിയാടിനും ഒരുമിച്ചിരുന്നെണ്ണാം കമ്പി. പ്രദീപിന്റെ മൊഴി നമുക്കൊന്നുകൂടെ അനലൈസ് ചെയ്യാം. വിക്രത്തിന്റെ നാട് എവിടെയാ? പൊൻകുന്നം. ടൗണിൽ നിന്ന് 6 കിലോമീറ്റർ ഉള്ളിലാ. ഒരു നാട്ടിൻപുറം. അതെ സാർ. അവിടെ ഇതുപോലെ ഒരു ദിവസം രാത്രി ആ സമയത്ത് പ്രദീപിനെ പോലെ ഒരാളെ കാണാനിടയായി. മറുപടി തൃപ്തികരമല്ലാത്തതിനാൽ വിക്രം അയാളെ വിരട്ടിവിടുന്നു. അടുത്ത ദിവസം രാത്രി കണ്ടയാൾ അന്വേഷിച്ചു വന്ന വീട്ടിലെ പെൺകുട്ടി സംശയാസ്പദമായ രീതിയിൽ മരണപ്പെട്ടതായി അറിയുന്നു. ഈ സാഹചര്യത്തിൽ വിക്രം എന്ത് ചെയ്യും? വായി മൂടിക്കെട്ടി വീട്ടിരിക്കൂ? ഒരിക്കലും ഇല്ല. പോലീസിനോട് കയറി പറയില്ല, പോട്ടെ, നാട്ടുകാരോടെങ്കിലും, അറ്റ്ലീസ്റ്റ് വീട്ടുകാരോടോ കൂട്ടുകാരോടോ എങ്കിലും പറയില്ലേ? ഒരു സംശയം വേണ്ട, ആരോടെങ്കിലും തീർച്ചയായിട്ടും പറഞ്ഞിരിക്കും. റൈറ്റ്. പിന്നെ എന്തുകൊണ്ട് പ്രദീപ് കണ്ട നാട്ടുകാരൻ ഇത് ആരോടും പറഞ്ഞില്ല? അണിമംഗലത്താകെ പോലീസ് പഞ്ചായത്ത് നടത്തി. പിന്നെ ഈ അടുത്ത കാലത്ത് ചാക്കോയും വിശദമായിട്ട് അന്വേഷിച്ചു. ശരിയാ, ഒരുപാട് നുണക്കഥകൾ കേട്ടു. പക്ഷെ ഇങ്ങനെ ഒരു കഥ മാത്രം കേട്ടില്ല. എന്തുകൊണ്ട് കേട്ടില്ല? എന്തുകൊണ്ട് പ്രദീപ് കണ്ട നാട്ടുകാരൻ സൈലന്റായി? പ്രദീപ് പറഞ്ഞ കഥ വിശ്വസിക്കാമോ?
ആ ഇനി രണ്ടുപേരും ചായ കുടിക്കും. താങ്ക് യു സർ. വെറും സംശയമേ ഉള്ളൂ. പ്രദീപ് എന്ന് കണ്ടവനാണ് യഥാർത്ഥ കുറ്റവാളിയെങ്കിൽ അവനും ഉണ്ടാതിരിക്കാവല്ലോ. പോസിബിൾ. പക്ഷേ ആ നാട്ടുകാരൻ ആര്? അണിമംഗലത്ത് ആദ്യമായിട്ട് വരുന്ന മൈഥിലിയും ആ നാട്ടുകാരനും തമ്മിൽ എന്ത് ബന്ധം? കൂടാതെ മൈഥിലിയുടെ അച്ഛനമ്മമാരെ വിരട്ടാൻ ഗുണ്ടകളെ അയച്ചതാര്? ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് ആ ഗുണ്ടകൾ. ബിക്കോസ് ദേ ആർ ഡയറക്ട്ലി ഇൻവോൾവ്. ഓ, അങ്ങനെ ഒരു കുരുക്കം കൂടെ ഉണ്ടല്ലോ ഇതില്. സർ, ഈ പറഞ്ഞതൊന്നും തമ്മിൽ ഒരു ബന്ധവുമില്ലല്ലോ. ബന്ധമുണ്ടല്ലോ. എല്ലാം നേർവരയിലെത്തുമ്പോ നേരും നേർവരയിലെത്തും. അതുവരെ കൺഫ്യൂഷൻ തന്നെ. ഹലോ, ഗുഡ് മോർണിംഗ് സാർ. എൻ്റെ പേര് ധനപാലൻ, DYSP. അതെ സാർ, പഴയ അണിമംഗലം കേസ്. സാറിനെല്ലാം മനപ്പാടമാണല്ലോ. എനിക്ക് സാറിനെ ഒന്ന് നേരിട്ട് കാണണം. അണിമംഗലത്തെ അന്വേഷണം കൊണ്ടുണ്ടായ ഏക ഗുണം ഞാനൊരു ദൈവവിശ്വാസിയായി എന്നുള്ളതാണ്. അതുകൊണ്ടാണോ മിസ്റ്റർ ധനപാലൻ അന്ന് കേസ് അന്വേഷണം വേണ്ടെന്ന് വെച്ചത്? അയ്യോ അല്ല, അന്ന് അന്വേഷിച്ചിട്ട് കാര്യമില്ല എന്ന് തോന്നി വിട്ടു. സാർ, ഇനി വന്ന കാര്യം പറയാം. ഒരു ഇൻഫർമേഷൻ തരാണ്ടായിരുന്നു. അർദ്ധരാത്രിയിൽ കൊട പിടിക്കുന്ന ഒരു പണച്ചാക്ക് അണിമംഗലം ഗ്രാമത്തിലുണ്ട്. അഖിലേഷ് എന്നാണ് അവന്റെ പേര്. ഒരു പ്രമാണിയുടെ മകളെ കല്യാണം കഴിച്ചതിന്റെ പേരിൽ കോടീശ്വരനായവൻ. കഴിഞ്ഞ ദിവസം ഞാൻ അവനെ മൂകാംബി വെച്ച് കണ്ടു. ഒപ്പം ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. പെൺകുട്ടിയല്ല, പെണ്ണ്. അല്പം പോലീസ് ബുദ്ധി ഉപയോഗിച്ചപ്പം ആളെ മനസ്സിലായി. അവൾ അണിമംഗലം തറവാട്ടിലെയാ. പേര് മായ. ഈ ഇൻഫർമേഷൻ കൊണ്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേസിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം. നല്ല ഒന്നാം തരം ചായ, നല്ല കടുപ്പം. സാറിന്റെ കൈപ്പുണ്യായിരിക്കും. അതൊന്നുമില്ല, പൊടിയുടെ ഗുണം. അപ്പൊ വരട്ടെ സാർ, പരിചയപ്പെട്ടതിൽ സന്തോഷം. താങ്ക് യു ഫോർ ദ ഇൻഫർമേഷൻ. കോളേജിൽ പഠിക്കുന്ന കാലത്ത് മായയും ഈ അഖിലേഷും തമ്മിൽ ലോക്യത്തിലായിരുന്നു. പക്ഷെ രണ്ടും രണ്ട് ജാതി ആയതുകൊണ്ട്. മറ്റേ ജാതിയല്ല, ജാതിക്ക. ഇയാൾക്ക് സമുദായം എന്ന് പറഞ്ഞൂടെ? ജാതിക്കയോ? അതൊക്കെ ഞാൻ പിന്നെ പറയാം. ഞാൻ പറഞ്ഞോട്ടെ. ഓ, രണ്ടും രണ്ട് സമുദായമായതുകൊണ്ട് കല്യാണം നടന്നില്ല. പെണ്ണ് ബോംബെയിലുള്ള ഒരുത്തിനെ കെട്ടി. കെട്ട് മുറുകും മുമ്പേ അഴുകിയോ? ബാക്കി പറയൂ. ഈ അഖിലേഷൻ വലിയൊരു പണക്കാരന്റെ മോളെ കല്യാണം കഴിച്ച്. അതൊക്കെ കുറെ ഞങ്ങൾക്ക് അറിയാം. ഇപ്പൊ അവര് തമ്മിൽ എങ്ങനെയാ, അതാ ഞങ്ങൾക്ക് അറിയേണ്ടത്. നന്നായിട്ടാ കഴിയണേ. വലിയ വീടും ഇഷ്ടം പോലെ കാറും ബിസിനസ്സും. അതല്ലടോ കോപ്പേ, ഇവിടുത്തെ മായയും അഖിലേഷും തമ്മിൽ ഇപ്പൊ ബന്ധമുണ്ടോ, അതാ അറിയേണ്ടത്. ഇനി താനൊന്ന് പറഞ്ഞാട്ടെ. ഞാൻ ചാക്കോ. മനസ്സിലായി സാറ്? ഞാൻ വിക്രം, CBI. സാറിനെ ഞാൻ കണ്ടിട്ടില്ല. ഇനിയും കാണാം. ഞാൻ ട്രാൻസ്ഫർ ആയിപ്പോ വന്നേ ഉള്ളൂ. ഇതുവരെ അന്വേഷണം തീർന്നില്ലേ? ഇല്ല, നടന്നോണ്ടിരിക്കുക. ഇതമ്മ, മറ്റേത് മായ. എന്താ ഒരു സ്വകാര്യം? അതല്ല, സാറിനൊരു സംശയം. കഴിഞ്ഞ ആഴ്ച സാറും ഫാമിലിയും കൂടെ തൊഴാൻ വേണ്ടി മൂകാംബിയെ പോയിരുന്നു. അവിടെ വെച്ച് മകളെ കണ്ടതായിട്ടൊരു ഓർമ്മ. മൂകാംബിയെ വെച്ച് ഇവളെ കണ്ടെന്നോ? എന്നാ സാറിന് ആള് മാറിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ഇവള് തിരുവനന്തപുരത്ത് ഒരു കൂട്ടുകാരിയുടെ വീട്ടിലായിരുന്നു. പിന്നെങ്ങനെ കാണുക? എക്സ്ക്യൂസ് മീ മായ, ഞാൻ മൂകാംബിയെ വെച്ച് തന്നെ കണ്ടത്. സൗവർണികയിൽ വെച്ചോ ക്ഷേത്രത്തിൽ വെച്ചോ? അതോ ഇനി അമ്മ പറഞ്ഞ പോലെ തിരുവനന്തപുരത്ത് വെച്ചാണോ ചാക്കോ? തിരുവനന്തപുരത്ത് മൂകാംബിയുണ്ടോ? എവിടെയും ഉണ്ടല്ലോ. പല സ്ഥലങ്ങളിൽ പല ബന്ധം, പല പേരുകളിൽ അറിയപ്പെടുന്നു.